ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34ാം കോഴിക്കോട് ജില്ലാ സമ്മേളനം മാർച്ച് 24-ന് ഉള്ളിയേരിയിൽ. പാചകവാതക ക്ഷാമം രൂക്ഷമായതോടെ കോഴിക്കോട് നഗരത്തിൽ സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതിക്ക് തുടക്കം. ജപ്പാനിൽ ഉപരിപഠനത്തിനും തൊഴിലിനുമായി പോകുന്ന 25 വിദ്യാർത്ഥികൾക്ക് ഓയിസ്ക ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ അതാത് വരണാധികാരികൾക്ക് പത്രിക നൽകി. പാർട്ടി പ്രവർത്തകർക്കൊപ്പമാണ് സ്ഥാനാർത്ഥികൾ എത്തിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വൻ നേട്ടം കൈവരിക്കും. അത്തരമൊരു ഉറപ്പ് ഞങ്ങൾ പറയാൻ കാരണം, കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരണം തുടരുകയാണ്. ഈ ഭരണ കാലയളവെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ മുൻകാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വൻകിട വികസന പ്രവർത്തനങ്ങൾ, ഗ്രാമീണ ജനതയെ വരെ സ്വാധീനിക്കുന്ന സാധാരണ നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം വലിയ തോതിൽ കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു. സാമൂഹ്യക്ഷേമ നടപടികളുടെ കാര്യത്തിലും കേരളം തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയുള്ള നിയമനത്തിൽ, ഇന്ത്യയിൽ ആകെ നടന്ന നിയമനത്തിൽ 60% കേരളത്തിലാണ്. അങ്ങനെ എല്ലാ മേഖലകളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വൻതോതിൽ മുമ്പോട്ട് പോയിട്ടുണ്ട്. ഇത് അനുഭവമാണ് കേരളത്തിന്റെ. ഈ യാഥാർത്ഥ്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടറെയും സമീപിക്കുന്നത്. അതൊക്കെ ജനങ്ങൾക്ക് ഇപ്പൊ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ആ ജനങ്ങൾ തന്നെ നിശ്ചയിക്കും. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, ഒരു സംശയമില്ല. അത് അമിത ആത്മവിശ്വാസത്തിന്റെയോ അല്ല അഹങ്കാരത്തിന്റെയോ ഭാഗമായിട്ടൊന്നും പറയല്ല. നമ്മളൊക്കെ ഇനിയും കാണേണ്ടവരാണല്ലോ. ഇതിനു മുമ്പ് നമ്മളൊക്കെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നവരാണ്. ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പെട്ടെന്ന് വന്നവരല്ല. 2021-ൽ LDF-ന് ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് നേടി ഏറ്റവും മികച്ച വിജയം ബേപ്പൂരിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതേതോ ഒരു വ്യക്തിയുടെ വിജയമല്ല, ഇതേതെങ്കിലും ഒരു മുന്നണിയുടെ വിജയമല്ല, ബേപ്പൂരിലെ ജനങ്ങളുടെ വിജയമായിരിക്കും അത് എന്ന് ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34ാം കോഴിക്കോട് ജില്ലാ സമ്മേളനം മാർച്ച് 24-ന് ഉള്ളിയേരിയിൽ നടക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ ഉദ്ഘാടനം ചെയ്യും. മെയ് മാസത്തിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിനും കോഴിക്കോട് വേദിയാകും. പെൻഷനേഴ്സ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് വെച്ചാണ് നടക്കുന്നത്. ഇതിന്റെ മുന്നോടിയായി ജില്ലാ സമ്മേളനം ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിലെ ഉള്ളിയേരി ടൗണിലുള്ള സമന്വയ ഹാളിൽ വെച്ചാണ് ചേരുന്നത്. മാർച്ച് 24-നാണ് സമ്മേളനം നടക്കുന്നത്. കേരളത്തിലെ പെൻഷൻകാരുടെ ഏറ്റവും വലിയ ഒറ്റ സംഘടനയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ ഉദ്ഘാടനം നിർവഹിക്കും. ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മയിൽ കുറുമ്പയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ
പി നാസർ, KSSPU സംസ്ഥാന സെക്രട്ടറി സി അപ്പക്കുട്ടി, ജില്ലാ പ്രസിഡന്റ് KV ജോസഫ്, ജില്ലാ സെക്രട്ടറി സി അശോകൻ തുടങ്ങിയവർ സംബന്ധിച്ചു. മാർച്ച് 24 ജില്ലാ സമ്മേളനം. സംസ്ഥാന സമ്മേളനം കോഴിക്കോട് വെച്ച് നടക്കുന്നതുകൊണ്ട് ഒരു ദിവസത്തെ ബിസിനസ് സമ്മേളനമായിട്ടാണ് കോഴിക്കോട് നടത്തുന്നത്. 700ഓളം പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ വിവിധ ബ്ലോക്കുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരെ പങ്കെടുക്കുന്നുണ്ട്. 24 തീയതി രാവിലെ പ്രകടനത്തോടു കൂടിയാണ് സമ്മേളനം ആരംഭിക്കുന്നത്. പിന്നീട് ഉദ്ഘാടന സമ്മേളനം ബഹുമാനിയായ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിജയ് മോഹൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാചകവാതക ക്ഷാമം രൂക്ഷമായതോടെ കോഴിക്കോട് നഗരത്തിൽ സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി ആരംഭിച്ചു. കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് അന്നപാത്ര സൗജന്യ ഉച്ചഭക്ഷണ വിതരണ പദ്ധതി ആരംഭിച്ചത്. പാചകവാതക ക്ഷാമം രൂക്ഷമായതോടെ കോഴിക്കോട് നഗരത്തിലും ഏതാനും ഹോട്ടലുകൾ അടച്ചിട്ടു. ഇതോടെ നഗരത്തിലെത്തുന്നവർക്ക് ഉച്ചഭക്ഷണം ലഭ്യമല്ലാതായി. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായാണ് കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ അന്നപാത്ര പദ്ധതി ആരംഭിച്ചത്. അന്നപാത്ര എന്നുള്ള ഈ അന്നദാന പദ്ധതിയിൽ ഇപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ലഭ്യത വളരെ കുറവായതിൻ്റെ അടിസ്ഥാനത്തിൽ കാശ്യപ റിസർച്ച് ഫൗണ്ടേഷൻ്റെ ഒറ്റത്തെങ്ങിലുള്ള വേദമഹാമന്ദിരത്തിൽ വെച്ച് ചോറും കറികളും തയ്യാറാക്കി നമ്മുടെ വണ്ടിയിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് സാധാരണക്കാരായ 250ഓളം ആളുകൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണ്. ഗ്യാസിൻ്റെ പ്രയാസം തീരുന്നവരെ ഇത് തുടരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഫൗണ്ടേഷൻ കുലപതി ആചാര്യ ശ്രീ രാജേഷും ആചാര്യ പത്നി മീര രാജേഷും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ ശ്രൗത പണ്ഡിതൻ ഡോക്ടർ നാറാസ് രവീന്ദ്രൻ നമ്പൂതിരിയും ചടങ്ങിൽ സംബന്ധിച്ചു. ചോറും കറിയും അച്ചാറും തോരനും ഉൾപ്പെടുന്നതാണ് ഉച്ചയൂൺ. പ്രതിദിനം 250 പേർക്കാണ് ഭക്ഷണം ഒരുക്കുന്നത്. ആശ്രമത്തിന്റെ സമീപത്തു നിന്നാണ് വിതരണം. പാചകവാതക പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നതുവരെ ഉച്ചഭക്ഷണ വിതരണം ഉണ്ടാകുമെന്ന് ഫൗണ്ടേഷൻ പ്രവർത്തകർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. We will treat you well. Astor Men's Hospital, Calicut. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. KNM MG നഗർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈദ് ഗാഹ് നടന്നു. ഈദ് നമസ്കാരത്തിന് അബ്ദുൽ ഹസീബ് സ്വലാഹി നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم. KNM MG നഗർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മാത്ര CIR HSSൽ ഈദ് ഗാഹ് സംഘടിപ്പിച്ചു. പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും സഹനവും വിനയവും കൊണ്ട് അതിജീവിക്കേണ്ടതുണ്ടെന്നും റമദാനിൽ നേടിയെടുത്ത ആത്മീയ ചൈതന്യം ജീവിതത്തിലുടനീളം നിലനിർത്തണമെന്നും അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണമെന്നും ഈദ് കുത്തുബയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അബ്ദുൽ ഹസീബ് സ്വലാഹി ആഹ്വാനം ചെയ്തു. നബിയെ, താങ്കളെ ഞാൻ കൈവിടുകയില്ല, താങ്കളെ അവിടെ എനിക്ക് ഈർഷ്യതയില്ല, താങ്കളോട് എനിക്ക് കൈവിടുകയും താങ്കൾ ഒരിക്കലും ദേഷ്യം പിടിക്കുകയുമില്ല എന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനം നൽകുകയാണ്. എന്നിട്ട് അള്ള പറഞ്ഞ ചില വാക്കുകൾ ഈ പെരുന്നാൾ സുദിനത്തിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ ജീവിതത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഓരോന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും വലുതാണ്. നമുക്ക് അള്ളാഹു സമ്പത്ത് നൽകി,
നമുക്ക് അല്ലാഹു ആരോഗ്യം നൽകി. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി വിശ്വാസികൾ ഈദ് നമസ്കാരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജപ്പാനിൽ ഉപരിപഠനത്തിനും തൊഴിലിനുമായി പോകുന്ന 25 വിദ്യാർത്ഥികൾക്ക് ഓയിസ്ക ഇന്റർനാഷണലിന്റെയും ജാപ്പനീസ് ലാംഗ്വേജ് അക്കാദമിയുടെയും നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ഓയിസ്ക യൂത്ത് സെന്ററിൽ നടന്ന ചടങ്ങിൽ നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. കഴിഞ്ഞ 16 വർഷത്തിനിടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും ജപ്പാനിലേക്ക് അയച്ച JLA അടുത്ത വർഷം 500 പേരെ ജപ്പാനിലേക്ക് അയക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് അക്കാദമി MD ഡോക്ടർ സുബിൻ വാഴയിൽ പറഞ്ഞു. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ജപ്പാനിലേക്ക് അയച്ച JLA ഇത്തവണയും സ്കോളർഷിപ്പുകളും മറ്റ് സഹായങ്ങളും നൽകുന്നുണ്ട്. അപ്പം അപ്പാർട്ട്മെന്റ് അവര് എത്ര കാലം ആ കോഴ്സ് ചെയ്യുന്നു അത്രയും കാലം അവർക്ക് താമസിക്കാൻ സാധിക്കും. അതിലേക്കായിട്ട് 1 ലക്ഷം yen, അതായത് 6 മാസം 5 മുതൽ 6 മാസം വരെയുള്ള പേയ്മെന്റ് ഓൾറെഡി കുട്ടികളുടെ ഫീസിൽ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് തുടർന്ന് താമസിക്കാൻ സാധിക്കും. പേയ്മെന്റ് അവിടെ ആ 17,000 yen 18,000 yen ആണെങ്കിൽ അത് മന്ത്ലി പേ ചെയ്തിട്ട് അവിടെ താമസിക്കാം. ഒരു കാര്യം, ചടങ്ങിനോടനുബന്ധിച്ച് ജാപ്പനീസ് പ്രസംഗ മത്സരം, ചോപ്സ്റ്റിക് പരിശീലനം എന്നീ പരിപാടികളും നടന്നു. ഓയിസ്ക ഇന്റർനാഷണൽ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ അരവിന്ദ് ബാബു മുഖ്യാതിഥിയായി പങ്കെടുത്തു. നടൻ ദേവരാജ് വിശിഷ്ടാതിഥിയായി എത്തി. സുരേഷ് കുമാർ, ജോർജ് കെ, വിനയൻ, മഹറു സൂസൻ, എബ്രഹാം, ബാലു എസ്, ഫിലിപ്പ് കെ ആന്റണി, മുരളി രാജ, പ്രണവ് തുടങ്ങിയവരും സംസാരിച്ചു. മിനാത്തോ ഷോനി, നിഹോൻ എ ബെങ്ക്യോഷിനി സൊരേക്കര. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തമ്പുരു മ്യൂസിക് അക്കാദമി ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായി 7 വനിതകളെ പുരസ്കാരം നൽകി ആദരിക്കുന്നു. മാർച്ച് 23-ന് കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി ഡെപ്യൂട്ടി മേയർ ഡോക്ടർ S ജയശ്രീ ഉദ്ഘാടനം ചെയ്യും. മാർച്ച് 23 തിങ്കളാഴ്ചയാണ് പരിപാടി അവതരിപ്പിക്കാൻ. പൗർണമി രാവ് 2026 തമ്പുരു സംഗീത കൂട്ടായ്മയുടെ പരിപാടിയാണ്. അതിനോടനുബന്ധിച്ച് ഞങ്ങൾ 7 വനിതകളെ ആദരിക്കുന്നുണ്ട്. റെയിൽവേ അനൗൺസർ ഷിജിന ചന്ദ്രൻ പാലക്കാട്, ഫോട്ടോഗ്രാഫി മേഖലയിൽ ഷൈനി കോഴിക്കോട്, ഗായിക ആതിര കൃഷ്ണൻ കോഴിക്കോട്, പാലിയേറ്റീവ് വർക്കർ ചിത്ര അഭയ് പാലക്കാട്, നോവലിസ്റ്റ് രശ്മ നിഷാദ് കോഴിക്കോട്, ഓഫ് റോഡർ ട്രാവലർ ഹെന്ന ജയന്ത് കോഴിക്കോട്, ഗാനരചയിതാവ് ഡോക്ടർ സിനിത മെഹഷാബ് എന്നിവർക്കാണ് വനിതാ പുരസ്കാരങ്ങൾ നൽകുന്നത്. ചടങ്ങ് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ഡോക്ടർ ജയശ്രീ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ മുഖ്യാതിഥിയായി RG ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അംബിക രമേശ് പങ്കെടുക്കും. തുടർന്ന് തമ്പുരു അക്കാദമിയിലെ ഗായികമാർ ഒരുക്കുന്ന സംഗീത വിരുന്നും അരങ്ങേറുമെന്ന് തമ്പുരു മ്യൂസിക് അക്കാദമി ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ബബിഷ TP, ദീപ സത്യനാഥ്, താരാദാസ് PP, ജാൻസി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. പാരമ്പരിക് സിൽക്ക്, കോട്ടൺ ആൻഡ് ജ്വല്ലറി മേള. പരമ്പരാഗത ഉത്തരേന്ത്യൻ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും മനോഹര ശേഖരം ഇപ്പോൾ കോഴിക്കോട് CSI ഹാളിൽ. രാജസ്ഥാൻ ഹാൻഡ്മെയ്ഡ് വസ്ത്രങ്ങൾ, ജയ്പൂർ ബെഡ്ഷീറ്റുകൾ, മിർജാപൂർ കോട്ടൺ ആൻഡ് വുളൻ ഉൽപ്പന്നങ്ങൾ, ഇറാൻ കാർപ്പറ്റുകൾ, ബഗൽപൂർ ആൻഡ് ചന്തേരി സാരികൾ, UP ഖാദി ഉൽപ്പന്നങ്ങൾ, ജയ്പൂർ ഷർട്ടുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ. രാജസ്ഥാൻ ആഭരണങ്ങൾ 50 രൂപ മുതൽ ആരംഭിക്കുന്നു. ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാൻ വൈവിധ്യമാർന്ന നിറങ്ങളും ഡിസൈനുകളും.
രാവിലെ 10 മുതൽ രാത്രി 9 വരെ. പ്രവേശനം സൗജന്യം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രത്യേക സമ്മാനങ്ങൾ കണ്ടെത്താനുള്ള മികച്ച അവസരം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബെസ്റ്റ് ഓഫ് ഇന്ത്യ ലോക റെക്കോർഡ് ജേതാവ് വിഷ്ണു ഒടുംബ്രയുടെ കീഴിൽ ചെണ്ടമേളം അഭ്യസിച്ച യുവ കലാകാരന്മാർ അരങ്ങേറി. കിണാശ്ശേരി പള്ളിയറക്കൽ ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്ര സന്നിധിയിലാണ് സംഗീത് കൃഷ്ണയും റിജിലും അരങ്ങേറ്റം കുറിച്ചത്. കേരളത്തിലെ പ്രശസ്തനായ ചെണ്ട കലാകാരനാണ് വിഷ്ണു ഒടുംബ്ര. ചെണ്ടവാദനത്തിൽ ബെസ്റ്റ് ഓഫ് ഇന്ത്യ ലോക റെക്കോർഡ് ജേതാവുമാണ് വിഷ്ണു. ചെറിയ പ്രായത്തിൽ തന്നെ ചെണ്ടയിൽ പ്രാവീണ്യം തെളിയിച്ച വിഷ്ണുവിന് കീഴിൽ നിരവധി വിദ്യാർത്ഥികളാണ് ചെണ്ട അഭ്യസിക്കുന്നത്. പ്രാഥമിക പഠനം പൂർത്തിയാക്കിയ സംഗീത കൃഷ്ണയും റിജിലും കിണാശ്ശേരി പള്ളിയറക്കൽ ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ ചെണ്ടയിൽ തുടക്കം കുറിച്ചു. മറ്റ് കലാകാരന്മാർ പിന്നണിയേകി. ചെണ്ടയിലെ കൊച്ചു കലാകാരന്മാരുടെ ആദ്യ പ്രകടനത്തിന് ഗുരു വിഷ്ണു ഒടുംബ്രയും കുട്ടികളുടെ രക്ഷിതാക്കളും സുഹൃത്തുക്കളും മറ്റ് വാദ്യ കലാകാരന്മാരും സാന്നിധ്യമേകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ മുസ്ലിം ലീഗ് റിലീഫ് കമ്മിറ്റി റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു. പ്രമുഖ നേതാക്കളും ലീഗ് പ്രവർത്തകരും പങ്കെടുത്തു. ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ മാത്തോട്ടം വിജിത്ത് ശാഖ മുസ്ലിം ലീഗ് റിലീഫ് കമ്മിറ്റി റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു. പി ബാവ, യു സലീം, EP അഷറഫ്, MV അബ്ദു, AV സിദ്ദിഖ്, PP മൊയ്തീൻ കോയ എന്നിവർ നേതൃത്വം നൽകി. ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ മുസ്ലിം ലീഗ് മാറാട് വാട്ടർ ടാങ്ക് ശാഖയും റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു. മുൻ MLA PV അൻവർ ഉദ്ഘാടനം ചെയ്തു. എല്ലാ നിലക്കും മനുഷ്യരെ സഹായിക്കുന്നുള്ളവർക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഇത്തരത്തിലുള്ള ജനങ്ങളെ സഹായിക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ നന്നായി നടത്തണമെന്ന് നമ്മളോട് താക്കീത് ചെയ്യപ്പെട്ടിട്ടുള്ള മാസം കൂടിയാണ്. ആ നിലക്ക് തന്നെയാണ് നമ്മളൊക്കെ ഇത്തരം കാര്യങ്ങളിൽ സജീവമായി ഇടപെടുന്നത്. PP മുഹമ്മദ് കോയ കല്ലായി അധ്യക്ഷനായിരുന്നു. സുബൈർ ചമ്പയിൽ, മൊയ്തീൻ കോയ, PP മുഹമ്മദ് റാഫി, മഹല്ല് ഖത്തീബ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കേരള മാപ്പിള കലാ അക്കാദമി കേന്ദ്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈദ് ഉൽ ഫിത്തർ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറി കുന്നമംഗലം CK ആലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. കേരള മാപ്പിള കലാ അക്കാദമി കേന്ദ്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഈദ് ഉൽ ഫിത്തർ ആഘോഷ പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടന ചടങ്ങിൽ ഡയറക്ടർ സുബൈർ കാഞ്ഞിരമുക്ക് അധ്യക്ഷത വഹിച്ചു. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് ഹസൻ നെടിയനാട്, മിൻക ഗ്രൂപ്പ് ഓഫ് കമ്പനി മാനേജർ ശിഹാബുദ്ദീൻ കീഴ്ശ്ശേരി എന്നിവർ മുഖ്യാതിഥികളായി. പരിപാടികളുടെ ഉദ്ഘാടനം കേരള മാപ്പിള കലാ അക്കാദമി ദേശീയ ജനറൽ സെക്രട്ടറി കുന്നമംഗലം CK ആലിക്കുട്ടി നിർവഹിച്ചു. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും സംഘടനാ ദേശീയ പ്രസിഡന്റുമായ TP അബ്ദുള്ള ചെറുവാടി മുഖ്യപ്രഭാഷണം നടത്തി. അഷറഫ് ബാക്കവി കരീറ്റിപ്പറമ്പ്, അബൂബക്കർ ഇളയറ്റിൽ, CK അഫ്മാഷ്, മുഹമ്മദ് CK, അജ്മൽ കുട്ടി ഹസൻ, നിസാർ, ഹൻസൽ CK, ഷമീർ, നാസർ, ഫസൽ കൊടുവള്ളി, അമീർ മുഹമ്മദ് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ന് ഞാൻ 15 വർഷത്തിന് ശേഷം ഈ നാടിനോട് പറയുമ്പോൾ നിറഞ്ഞ ആത്മസംതൃപ്തിയോടെയാണ് ഞാൻ ഇന്ന് യാത്ര പറയുന്നത്. അല്ലെങ്കിൽ യാത്ര പറയുക എന്ന് പറയാൻ പറ്റില്ല, ഒരു തിരിച്ചുവരവിനുള്ള ഇടയ്ക്കുള്ള ഒരു അവധി അത്രയേ ഉള്ളൂ. ന്യൂസ് ബ്യൂറോ, നരിക്കുനി. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34-ാം കോഴിക്കോട് ജില്ലാ സമ്മേളനം മാർച്ച് 24-ന് ഉള്ളിയേരിയിൽ.
പാചകവാതക ക്ഷാമം രൂക്ഷമായതോടെ കോഴിക്കോട് നഗരത്തിൽ സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതിക്ക് തുടക്കം. ജപ്പാനിൽ ഉപരിപഠനത്തിനും തൊഴിലിനുമായി പോകുന്ന 25 വിദ്യാർത്ഥികൾക്ക് ഒയ്സ്ക ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.